ഇന്ന് നമുക്ക് ഒരു ചിക്കൻ മധുഹൂത്ത് ഉണ്ടാക്കിയാലോ. അതിനു വേണ്ടി നമുക്ക് ആദ്യം ഒരു മസാലപ്പൊടി തയ്യാറാക്കാം. ഒരു ചട്ടി അടുപ്പിലേക്ക് വെച്ച് 1 ടീസ്പൂൺ മുഴുവൻ മല്ലി, 4 ഏലക്ക, 4 ഗ്രാമ്പ്, ഒരു പട്ട, ഒരു ബേ ലീഫ്, 1 ടീസ്പൂൺ ചെറിയ ജീരകം, 1 ടീസ്പൂൺ കുരുമുളക്, 4 ഉണക്കമുളക് ഇതൊന്ന് ചെറുതായി വറുത്തെടുത്തിട്ട് മിക്സിയിലിട്ടിട്ട് നന്നായി പൊടിച്ചെടുക്കാം. ഞാൻ 1 കിലോ അരി വെച്ചിട്ടാണ് മധുഹൂത്ത് തയ്യാറാക്കുന്നത്. അതിൻ്റെ അളവാണ് ഞാൻ പറയുന്നത്. മന്തി പീസിന് വാങ്ങുന്ന പോലെ 6 പീസ് ചിക്കൻ എടുക്കണം. അതിലേക്ക് ഒരു സവാള, ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി, കുറച്ച് മുഴുവനോടെയുള്ള വെളുത്തുള്ളി, പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ഒരു 7 പച്ചമുളകും. ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കണം. അതിലേക്ക് 3 ഏലക്ക, 3 ഗ്രാമ്പു, കുറച്ച് ചെറിയ ജീരകം, കുറച്ച് കുരുമുളക്, ഒരു ബേ ലീഫ്, ഒരു പട്ട, ഒരു ഉണക്ക നാരങ്ങ ഇതെല്ലാം കൂടി ഇട്ട് നന്നായി ഇളക്കണം. അതിലേക്ക് നമ്മൾ മുന്നേ എടുത്ത് വെച്ച ഉള്ളി, ക്യാപ്സിക്ക അവയെല്ലാം ചേർത്ത് നന്നായി വഴറ്റി കൊടുക്കണം. ഇനി ഒരു തക്കാളി നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്ത് അതും കൂടി ഒഴിച്ചു കൊടുക്കണം. അതിൻ്റെ പച്ചമണം പോകുന്നത് വരെ നല്ല പോലെ വഴറ്റി കൊടുക്കണം. അത് നന്നായി വഴന്നു വന്നിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് നല്ലപോലെ ഇളക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കണം. ചിക്കൻ ഇട്ടതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച മസാലയിൽ നിന്ന് 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കണം. അതിലേക്ക് ഉപ്പിന് വേണ്ട മാഗി ക്യൂബും ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് 3 ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് 6 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. നമ്മൾ ബിരിയാണിക്ക് ചെയ്യുന്നത് പോലെ തന്നെ അത് ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഇളക്കി കുറച്ച് നേരം അടച്ച് വെച്ച് ചിക്കൻ വേവിച്ചെടുക്കണം. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് സെല്ല റൈസാണ്. അതിന് കുറച്ചധികം വേവുള്ളത് കാരണം കൊണ്ട് 3 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തി കഴുകി വാർത്ത് വെച്ച അരിയാണ്. അത് ഇറച്ചി ഒരു 3/4 വേവാകുമ്പോൾ ഈ അരി ഇട്ട് കൊടുത്ത് നല്ല ഹൈ ഫ്ലെയിമിൽ വേവിച്ചെടുക്കണം. വെള്ളം വറ്റുന്നത് വരെ തീ കൂട്ടി വെച്ച് വേവിച്ചെടുക്കുക. വെള്ളം ഏകദേശം വറ്റി വന്നാൽ ചെറിയ തീയിൽ വേവിച്ചെടുക്കണം. അരി ഇട്ടതിന് ശേഷം നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച മസാല 1 ടീസ്പൂണും കൂടി ചേർത്ത് കൊടുക്കണം. ആദ്യം നമ്മൾ 1 ടീസ്പൂണാണ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഒരു 3 മുളകും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് തീ നല്ല പോലെ കൂട്ടി വെച്ച് വേവിക്കണം. പിന്നെ വെള്ളം വറ്റിയെന്ന് കണ്ട ചെറുതായിട്ട് ചെറു തീയിലിട്ട് വേവിച്ചെടുക്കുക. അരമണിക്കൂറിന് ശേഷം നമ്മുടെ അടിപൊളി ചിക്കൻ മധുഹൂത്ത് റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ഒരു തവണയെങ്കിലും ചെയ്തു നോക്കണം.